ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പുതുക്കിയ SCERT പാഠപുസ്തകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സെഷനാണ് ലക്ഷ്യയുടെ SCERT എക്സ്പ്ലൈനർ. ഇതുവരെയും ഈ ക്ലാസ്സുകൾ കാണാത്ത ഉദ്യോഗാർത്ഥികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ SCERT എക്സ്പ്ലൈനർ എന്ന പ്ലേലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിലെ ക്ലാസ്സുകൾ ആദ്യം മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഏറ്റവും അവസാനമായി പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു SCERT അധ്യായമാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായമാണ്. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകളിലും +2 നിലവാരം വരെയുള്ള PSC പരീക്ഷകളിലും മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് LGS, LDC നിലവാരമുള്ള പരീക്ഷകൾ, VFA, ബിവറേജ് LD, +2 നിലവാരമുള്ള യൂണിഫോം പോസ്റ്റിനുള്ള എക്സാമുകൾ, ആ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ പഠിക്കുക. ഡിഗ്രി നിലവാരമുള്ള PSC പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ബേസ് എന്ന നിലയിൽ ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്താൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ PSC ആസ്പിരൻസിനും വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ 1ാമത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 2ാമത്തെ സെഷനാണ് പഠിക്കുന്നത്. കൃത്യമായി പറയുന്നു, മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ മൊത്തം നമ്മൾ പഠിക്കുന്നത്. മൗലിക അവകാശങ്ങളെ കുറിച്ച് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് കടക്കാം. എന്താണ് മൗലിക അവകാശങ്ങൾ? ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ. ഒരു പൗരന് അടിസ്ഥാനമായി ലഭിക്കേണ്ട അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഒരു പൗരന് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് മൗലിക അവകാശം. ഒരു കാരണവശാലും ഒരു പൗരന് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് മൗലിക അവകാശം. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾക്ക് ഭരണഘടനയിൽ തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭരണഘടനയിൽ പ്രത്യേക സംരക്ഷണം നൽകിക്കൊണ്ടാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയിലെ വകുപ്പുകളിലൂടെ മൗലിക അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കാൻ ഗവൺമെന്റിന് പോലും അനുവാദം ഭരണഘടന നൽകുന്നില്ല. ഇനി മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലോ ഒരു വ്യക്തിക്ക് നേരിട്ട് ഉന്നതമായ കോടതികളിൽ, അതായത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാവുന്നതാണ്. മൗലികാവകാശ ലംഘനങ്ങൾ നേരിട്ടാൽ ഒരു വ്യക്തിക്ക് നേരിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബന്ധപ്പെട്ട് അവരുടെ മൗലികാവകാശങ്ങൾ ഉറപ്പിക്കാൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും, ശ്രദ്ധിക്കുക. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയിൽ പ്രത്യേക തരത്തിൽ സംരക്ഷിച്ചിട്ടുള്ള അവകാശങ്ങളുടെ കൂട്ടമാണ് മൗലിക അവകാശങ്ങൾ. അതുപോലെ പ്രത്യേക വകുപ്പിലൂടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ ലംഘനത്തിനെതിരായി ഒരു വ്യക്തിക്ക് നേരിട്ട് ഏറ്റവും ഉന്നതമായ കോടതിയിൽ പോകുവാനും നീതി നേടിയെടുക്കുവാനുമുള്ള അവകാശം ഉണ്ടായിരിക്കും. അതായത് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ ഒരു വ്യക്തിക്ക് അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഗവൺമെന്റിന് പോലും ഇവ ലംഘിക്കുവാൻ പാടില്ല എന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഗവൺമെന്റിന് പോലും ഇത് ലംഘിക്കാൻ കഴിയില്ല എന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നു. ഇനി മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു അവകാശമാണ് നിയമാവകാശങ്ങൾ. അപ്പോൾ ഇത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നതാണ്. നിയമപരമായ അവകാശങ്ങളെ വിളിക്കുന്നത് ലീഗൽ റൈറ്റ് എന്നാണ്. ശ്രദ്ധിക്കണേ, ലീഗൽ റൈറ്റ്. എന്നാൽ മൗലിക അവകാശങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലീഗൽ റൈറ്റും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ലീഗൽ റൈറ്റ് അഥവാ നിയമപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റുകൾ പാസ്സാക്കുന്ന സാധാരണ നിയമങ്ങൾ വഴി നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. ഓർഡിനറി ലോസ്, സാധാരണ നിയമങ്ങൾ, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന സാധാരണ നിയമങ്ങളിലെ ഓർഡിനറി ലോസ്, ആ സാധാരണ നിയമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് നിയമപരമായ അവകാശം അഥവാ ലീഗൽ റൈറ്റ്. ഇപ്പൊ നമുക്ക് വോട്ടവകാശം എന്ന അവകാശമുണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. ആ വോട്ടവകാശം നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ
റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് എന്ന നിയമത്തിലൂടെയാണ്. റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട്. അതുപോലെ നമുക്ക് റോഡിലൂടെ വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടാനുള്ള അവകാശമുണ്ട്. ലൈസൻസ് എടുക്കാനുള്ള അവകാശം ഒരു പൗരനുണ്ട്. അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കുന്ന അവകാശമാണ്. അങ്ങനെ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന സാധാരണ നിയമ നിർമ്മാണത്തിലൂടെ, ജസ്റ്റ് ആൻ ഓർഡിനറി ലോ, ആ ഓർഡിനറി ലോയിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് നിയമാവകാശം അഥവാ ലീഗൽ റൈറ്റ്. എന്നാൽ മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളിലൂടെ ആയിരിക്കും നമുക്ക് അവകാശം ലഭിക്കുന്നത്. ഭരണഘടനയ്ക്കകത്ത് അവകാശം പറഞ്ഞിരിക്കും. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ഓർഡിനറി നിയമത്തിലൂടെ വന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ 21ാമത്തെ വകുപ്പിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ പൗരന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ഭരണഘടനയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന അവകാശമാണ്. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോ നിയമനിർമ്മാണ വിഭാഗം ഉണ്ടാക്കുന്ന സാധാരണ നിയമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളെ നിയമപരമായ അവകാശങ്ങൾ അഥവാ ലീഗൽ റൈറ്റ് എന്നും, എന്നാൽ ഭരണഘടനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളെന്നും വിളിക്കാവുന്നതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്ക്. എന്താണ് ലീഗൽ റൈറ്റ് അഥവാ നിയമപരമായ അവകാശങ്ങൾ? നോക്കൂ, ഇവ സർക്കാർ പാസ്സാക്കുന്ന സാധാരണ നിയമങ്ങൾ അഥവാ ഓർഡിനറി ലോസ് പ്രകാരം ലഭിക്കുന്ന അവകാശങ്ങളാണ്. വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടാനുള്ള അവകാശം, ഇത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ളതാണ്. വോട്ടവകാശം തെരഞ്ഞെടുപ്പ് നിയമം അഥവാ റെപ്രസെന്റേഷൻ പ്രകാരം ലഭിക്കുന്നതാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അത് ഭൂനിയമങ്ങളിലൂടെ, അതായത് ലാൻഡ് റിഫോംസ് ആക്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, കേരള ലാൻഡ് റിഫോംസ് ആക്ട്, നമ്മുടെ ഭൂമിയിൽ മേലുള്ള അവകാശം നമുക്ക് ലഭിക്കുന്ന ലാൻഡ് റിഫോംസ് ആക്ടിലൂടെയാണ്. ഇതൊക്കെ ഓർഡിനറി ലോസിലൂടെ വരുന്നവയാണ്. അതാണ് ഇവയൊക്കെ നിയമപരമായ അവകാശങ്ങൾ അഥവാ ലീഗൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്ന എന്താണ്? ഇവ ഭരണഘടനയിൽ നേരിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ള അവകാശങ്ങളാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ നേരിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ജീവിതത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അവകാശം ഭരണഘടനയുടെ 21ാമത്തെ ആർട്ടിക്കിൾ കണ്ട. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഡയറക്റ്റ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 19(1)(a) ഇതിനകത്താണ് പറയുന്നത്. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം കണ്ട, ഡയറക്റ്റ് ആയിട്ട് ഭരണഘടനയ്ക്കകത്താണ് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു നിയമപ്രകാരമല്ല, ഭരണഘടനയിൽ തന്നെ പറയുന്നു 25 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന അവകാശം ആർട്ടിക്കിൾ 14. അങ്ങനെ നേരിട്ട് ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെ മൗലിക അവകാശങ്ങളെന്നും, എന്നാൽ സർക്കാർ പാസ്സാക്കുന്ന സാധാരണ നിയമങ്ങൾ മുഖേന ലഭിക്കുന്ന അവകാശങ്ങളെ ലീഗൽ റൈറ്റ്സ് എന്നും പറയുന്നു. ഇതാണ് ലീഗൽ റൈറ്റും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം. എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യമേ പഠിച്ചിരിക്കുക, 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7ആണ്. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26-ന് ഭരണഘടനയിൽ ഉൾപ്പെട്ടിരുന്ന മൗലിക അവകാശങ്ങൾ 7, മറന്നുപോകരുത് 7. പക്ഷെ ഇപ്പോ നിലവിൽ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ്, പുതുതായിട്ട് PSC പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6ആണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6ആണ്. അപ്പൊ നോക്കൂ, 7 അവകാശം 6 മാറി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു അവകാശം മൗലിക അവകാശങ്ങളുടെ ശ്രേണിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് അവകാശമാണ്? ആ അവകാശത്തിന്റെ പേര് സ്വത്തവകാശം എന്നാണ്. സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഇപ്പോ ഇതൊരു ലീഗൽ റൈറ്റ് ആണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റും ലീഗൽ റൈറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഭരണഘടനയിലൂടെ നേരിട്ട് പൗരന് ലഭിക്കുന്ന അവകാശമാണ്. അതുമല്ല, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവകാശമാണ്. ഏത്? ഫണ്ടമെന്റൽ റൈറ്റ്. ലീഗൽ റൈറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവകാശമാണെന്ന് പറയാൻ പറ്റില്ല. നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് ലീഗൽ റൈറ്റ്. അപ്പൊ സ്വത്തവകാശം ആദ്യം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പൗരന്മാർക്ക് കൊടുത്തിരുന്നെങ്കിലും പിന്നീട് സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് ഒഴിവാക്കി നിയമവകാശമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ നിലവിൽ സ്വത്തവകാശം എന്തവകാശമാണ്? നിയമവകാശമാണ്. നിലവിൽ സ്വത്തവകാശം എന്തവകാശമാണ്? നിയമവകാശമാണ്. ഇങ്ങനെ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഭേദഗതി എന്നാണ്. അങ്ങനെ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന്
ഒഴിവാക്കിയ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. പരീക്ഷയ്ക്ക് ചോദിക്കേ ഉറപ്പ്. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭേദഗതിയാണ്. 44-ാം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. 44-ാം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അപ്പോൾ ഉറപ്പായിട്ട് ചോദിക്കും, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ഇന്ത്യയുടെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. സ്വത്തവകാശത്തെ മൗലികാവകാശം നീക്കം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ഇപ്പൊ 6 അവകാശമേ ഉള്ളൂ. ഇപ്പൊ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആണ്. 12-ാമത്തെ ഭാഗത്തിൽ 300A പ്രകാരം പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ 12-ാമത്തെ ഭാഗത്തിൽ 300A പ്രകാരം സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് അഥവാ നിയമാവകാശമാണ്. ഇനി ശ്രദ്ധിച്ചോ, ഉറപ്പായിട്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ ക്ലാസ് നല്ലതായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത്ര ഉറപ്പുള്ളതാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉറപ്പ് നൽകിയിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. പഠിച്ച് 7. നിലവിൽ ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ആണ്. അപ്പോൾ ഒരെണ്ണം കുറഞ്ഞേ. നീക്കം ചെയ്യപ്പെട്ട മൗലികാവകാശം ഏതാണ്? സ്വത്തവകാശം. ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 31-ലാണ് സ്വത്തവകാശം ഉണ്ടായിരുന്നത്. അത് നീക്കം ചെയ്യപ്പെട്ടു. സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി. വർഷം 1978. സ്വത്തവകാശത്തെ നീക്കം ചെയ്ത വർഷം ഉറപ്പിച്ച് പഠിക്ക്. 1978. ഈ ക്ലാസ് കാണുന്നവർ മനസ്സിൽ പറഞ്ഞോ, 1978-ലെ 44-ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് നീക്കം ചെയ്തത്. ഓക്കെ. 44-ാം ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. 12-ാമത്തെ ഭാഗം 300A. 12-ാമത്തെ ഭാഗം 300A. അപ്പോൾ നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 6. നിലവിൽ ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 6. ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അറിയാലോ, 8-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു ബോക്സ് നൽകിയിരിക്കുന്നു. എത്ര അവകാശങ്ങളുണ്ട്? 6. പരീക്ഷയ്ക്ക് ചോദിക്കേ. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെ. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷൻ ക്ലാസ് കാണണേ. ഇതിന് തൊട്ടു മുമ്പ് ഇതിനെക്കുറിച്ച് ക്ലാസ് പഠിപ്പിച്ചിരുന്നു. അതിൽ പഠിച്ചു, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതില് 14 തൊട്ട് 18 വരെ സമത്വത്തിനുള്ള അവകാശം. ഒന്നാമത്തെ അവകാശം ശ്രദ്ധിക്ക്, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 തൊട്ട് 22 വരെ. 3, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23ഉം 24ഉം. അനുച്ഛേദം, ആർട്ടിക്കിൾ, വകുപ്പ് 23, 24 ചൂഷണത്തിനെതിരെ. 4, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം 32. അങ്ങനെ എത്ര അവകാശമുണ്ട്? 6 അവകാശം. അപ്പൊ ഒന്നുകൂടി വ്യക്തമായിട്ട് എന്നോടൊപ്പം പറയ്. ക്ലാസ് കാണുമ്പോൾ എന്നോടൊപ്പം പറയ്. സമത്വത്തിനുള്ള അവകാശം 14, 18. ഒന്നുകൂടി, സമത്വത്തിനുള്ള അവകാശം 14, 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19, 22. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19, 22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം 32. ആദ്യമായിട്ടാണ് നിങ്ങൾ PSC പഠിക്കുന്നതെങ്കിൽ കുറച്ച് സമയമെടുത്ത് ഇത് 6ഉം എഴുതി പഠിക്കുക. 2-3 തവണ എഴുതി തെളിയുക. കാരണം
ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ് ഓരോ അവകാശങ്ങളും അവയുടെ ആർട്ടിക്കിളും. സമത്വം 14, 18, സ്വാതന്ത്ര്യം 19, 22, ചൂഷണത്തിനെതിരെ 23, 24, മതസ്വാതന്ത്ര്യം 25, 28, സാംസ്കാരികവും വിദ്യാഭ്യാസം 29, 30, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം 32. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ അവകാശം ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതൊന്ന് പഠിക്കാം. ആദ്യം 14 പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും സമത്വമാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ. അതായത് നമ്മൾ സമത്വം ഉറപ്പിക്കുമ്പോൾ ആദ്യം ഉറപ്പിക്കേണ്ട സമത്വം എന്താണ്? നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരല്ലെങ്കിൽ പിന്നെ എന്ത് നിയമമോ ഭരണഘടനയോ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ നമ്മുടെ നിറം, നമ്മുടെ ജന്മസ്ഥലം, നമ്മുടെ ജാതി, നമ്മുടെ മതം, നമ്മുടെ ലിംഗം, ഇതൊന്നും അവിടെ വിഷയമേ അല്ല. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ഇന്ത്യൻ ഭരണഘടനയുടെ 14 ഉറപ്പുവരുത്തുന്നു. കൃത്യമായിട്ട് പഠിക്ക്. 14 ഉറപ്പുവരുത്തുന്നത് എന്തൊക്കെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമത്തിൻ്റെ മുന്നിലെ സമത്വവും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. അപ്പൊ നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ആർട്ടിക്കിൾ 14 എഴുതി പഠിക്കുന്ന ഉറപ്പാണ്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ സമത്വത്തിനുള്ള അവകാശം വരുന്നത് 14 തൊട്ട് 18 വരെയാണ്. അതിൽ 14 പറയുന്നു നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, സമന്മാരാണ്, സമത്വമുള്ളവരാണ്. 15 പറയുന്നത് വിവേചനം പാടില്ല എന്നാണ്. വിവേചനം പാടില്ല. ഇംഗ്ലീഷിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. വിവേചനം പാടില്ല. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവേചനം? മതം, ജാതി, വർണ്ണം, വർഗം, ജന്മസ്ഥലം, ഇതിൻ്റെയൊന്നും അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പൗരന്മാർക്കിടയിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. വിവേചനം പാടില്ല. പൊതുനിരത്തുകളിലൂടെ എല്ലാ വിഭാഗക്കാർക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഹോട്ടലുകൾ, പൊതുകുളങ്ങൾ, പൊതുകിണറുകൾ, പൊതുവിദ്യാലയങ്ങൾ, അവിടെയൊക്കെ എല്ലാവർക്കും വിവേചനം കൂടാതെ പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തണം. അപ്പൊ വിവേചനം തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഉറപ്പായിട്ട് ചോദിക്കുക, വിവേചനം തടയുന്നത് 15. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. പൊതു നിയമനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഗവൺമെന്റിന്റെ ജോലി. ഇപ്പോൾ ഗവൺമെന്റിന്റെ ജോലി നമ്മൾ PSC വഴി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജനറൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അതിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉറപ്പുവരുത്തണം. ജാതി, മത, വർണ്ണ, വർഗ വിവേചനമില്ലാതെ പൊതു നിയമനങ്ങളിൽ എല്ലാവർക്കും അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. 17 പ്രകാരം ഇന്ത്യയിൽ എന്ത് നിരോധിക്കുന്നു? അയിത്ത നിർമാർജനം ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 17. അയിത്ത നിർമാർജനം ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 17. 18 തലക്കെട്ടുകൾ നിരോധിക്കുന്നു. തലക്കെട്ടുകൾ അല്ലെങ്കിൽ ബഹുമതികൾ, പേരിനോടൊപ്പം ചേർക്കുന്ന ബഹുമതികൾ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. പേരിനോടൊപ്പം ബഹുമതികൾ ചേർക്കാം. അക്കാഡമിക് രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന ബഹുമതികളില്ലേ, ഇപ്പൊ ഡോക്ടറേറ്റ്, അഡ്വക്കേറ്റ് തുടങ്ങിയവ പേരിനോടൊപ്പം ചേർക്കാം. സൈനിക ബഹുമതികളും പേരിനോടൊപ്പം ചേർക്കാം, ലെഫ്റ്റനന്റ്, കേണൽ. അല്ലാതെ മറ്റു ബഹുമതികൾ പേരിനോടൊപ്പം ചേർക്കരുത്, അത് നമ്മുടെ രാജ്യത്തിന്റെ സമത്വത്തെ ബാധിക്കും എന്ന് ആർട്ടിക്കിൾ 18 പറയുന്നു. അപ്പൊ സമത്വത്തിനുള്ള അവകാശം 14, 18 ശ്രദ്ധിക്കണേ. 6 അവകാശമുണ്ട്. അതിൽ ഒന്നാമത്തെ അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അതിൽ 14 എന്ത് പറയുന്നു? ശ്രദ്ധിക്ക്. 14 നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാർ, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പു നൽകുന്നു. ശ്രദ്ധിക്ക്, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പു നൽകുന്നു. 15 വിവേചനം തടയുന്നു. 15 വിവേചനം തടയുന്നു. ശ്രദ്ധിക്ക്, വിവേചനം തടയുന്നു 15. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. 17 അയിത്ത നിർമാർജനം. 18 തലക്കെട്ടുകൾ, പുരസ്കാരങ്ങൾ, ബഹുമതികൾ പേരിനോടൊപ്പം ചേർക്കുന്നത് നിരോധിക്കുന്നു. പഠിച്ചിട്ട് പോണേ. ഇതാണ് ഒന്നാമത്തെ അവകാശം, സമത്വത്തിനുള്ള അവകാശം. നോക്കൂ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. 14 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ നോട്ടാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഇനി ഇത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പഴയ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന ചാപ്റ്റർ ആയിരുന്നു അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ ഞാൻ പുതിയ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ പഴയ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ പുതിയ ചാപ്റ്ററിൽ ഇല്ല. അപ്പം ഞാൻ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്.
2 ടെക്സ്റ്റ് ബുക്ക് കൂടെ ചേർത്താണ് ഈ ക്ലാസ് എടുക്കുന്നത്. അതിന്റെ ഉപയോഗം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ സമത്വം 14 എന്താണ് പറയുന്നത്? നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നതാണ് നിയമത്തിന്റെ മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തു തന്നെ ആയാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല എന്നാണ് ആർട്ടിക്കിൾ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഇനി 15 എന്താണ് നോക്കൂ. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വിവേചനവും പാടുള്ളതല്ല എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നു. ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഇതിലൂടെ ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പു നൽകുന്നു. അതായത് വിവേചനം ഒഴിവാക്കുന്നു. ആർട്ടിക്കിൾ 15. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം കൂടെ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ വിവേചനം പാടില്ല എന്ന് പറയുന്നുവെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിനെതിരല്ല. അപ്പൊ നമ്മൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, വിവേചനം പാടില്ല എന്ന് പറയുന്നു 15. എങ്കിലും എല്ലാവരും തുല്യരാണ്, വിവേചനം പാടില്ല എങ്കിൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരെ ദുർബല വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ രാജ്യം കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നും ഭരണഘടന പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, ശ്രദ്ധിക്കൂ. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കുവാനും കഴിയുകയുള്ളൂ എന്നും പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ആർട്ടിക്കിൾ 15 ആയി. ഇനി ആർട്ടിക്കിൾ 16 എന്താണ്? പൊതുജോലികളിലെ അവസര സമത്വം. ഉറപ്പായിട്ട് ചോദിക്കേ, പൊതുജോലികളിലെ അവസര സമത്വം. 17 തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തം ഇല്ലാതാക്കുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നീ അനാചാരങ്ങളെ ഒഴിവാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇത് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ, അതായത് പേരിനോടൊപ്പം ചേർക്കുന്ന ബഹുമതികൾ നിർത്തലാക്കുന്നു. നോക്കൂ, ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ശ്രദ്ധിക്ക്, ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ എന്ത് ചെയ്തു? നിർത്തലാക്കി. അക്കാലത്തുണ്ടായിരുന്നതാണ് ഈ സർ ബഹുമതി എന്ന് തുടങ്ങിയ പദവികളുണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നതാണ്. അതൊക്കെ ഇന്ത്യൻ ഭരണഘടന വന്നപ്പോൾ ഒഴിവാക്കി. അങ്ങനെ ആർക്കും സ്ഥാനപ്പേരുകൾ നൽകി ഒരു അസമത്വം സൃഷ്ടിക്കേണ്ട എന്ന് ഗവൺമെന്റ്, ഭരണഘടനാ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയും 18 അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാലും അക്കാഡമിക് രീതിയിലോ മിലിറ്ററി രീതിയിലോ ലഭിക്കുന്ന പുരസ്കാരങ്ങളും ബഹുമതികളും നമ്മുടെ പേരിനോടൊപ്പം ചേർക്കാം. മറ്റു ബഹുമതികൾ നിരോധനം ഏർപ്പെടുത്തുന്നു ആർട്ടിക്കിൾ 18. അപ്പൊ നമ്മൾ സമത്വത്തിനുള്ള അവകാശം കഴിഞ്ഞു. 14 എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും. 15 വിവേചനം തടയുന്നു. 16 പൊതുനിയമനങ്ങളിലെ അവസര സമത്വം. 17 തൊട്ടുകൂടായ്മ നിരോധനം. 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നു. അടുത്തത് 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 തൊട്ട് 22 വരെയാണ്. 19 മുതൽ 22 വരെയാണ്. അതിൽ 19 ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 19 മൗലിക അവകാശങ്ങൾ തന്നെ, പക്ഷെ മൗലിക അവകാശങ്ങളിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കും. 20 പറയുന്നത് ഒരു വ്യക്തിയെ കുറ്റവിചാരണ ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. നമുക്ക് അവകാശങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളൊരു വിചാരണ തടവുകാരനാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ലഭിക്കുന്നു. കുറ്റവിചാരണ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് 20. 21 പറയുന്നത് ഇന്ത്യയിലെ പൗരന്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ശ്രദ്ധിക്കണേ, 20 കുറ്റവിചാരണ ചെയ്യുമ്പോൾ ലഭിക്കേണ്ട അവകാശം, 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. പൂർണ്ണമായി ശ്രദ്ധിക്കുക, 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും, 20 കുറ്റവിചാരണ ചെയ്യുമ്പോൾ ലഭിക്കേണ്ട അവകാശങ്ങൾ. ഇനി 21A
21A എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോഴേ അറിയാം, അത് പിന്നീട് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടിക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് ആ കുട്ടിയുടെ മൗലിക അവകാശമാണ് എന്നൊരു അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. അത് കൂട്ടിച്ചേർത്തത് 21A എന്ന വകുപ്പിലാണ്. 22 ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ട അവകാശം, അതാണ് 22. അറസ്റ്റും തടങ്കലുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട അവകാശം 22. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര തൊട്ട് എത്ര വരെ? 19 തൊട്ട് 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര തൊട്ട് എത്ര വരെ? 19 തൊട്ട് 22 വരെ. 19ൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ശ്രദ്ധിക്കണേ, 19ൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 20 ഒരു വ്യക്തിയെ കുറ്റവിചാരണ ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കേണ്ട അവകാശം. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 21A വിദ്യാഭ്യാസ മൗലിക അവകാശം. 22 അറസ്റ്റിനും തടങ്കൽ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആർട്ടിക്കിൾ 19. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19ലാണ്. 19 പറയുന്നു പൗരന് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഏതൊക്കെ? 19(1) A അഭിപ്രായ പ്രകടനത്തിനും പ്രസംഗത്തിനുമുള്ള സ്വാതന്ത്ര്യം. B സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. C അസോസിയേഷനുകളും യൂണിയനുകളും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ. ഡി ഇവിടെ എഴുതാമേ. ഡി ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ജി മാന്യമായ തൊഴിൽ, ബിസിനസ്, വ്യാപാരം എന്നിവ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ എത്ര സ്വാതന്ത്ര്യമുണ്ട്? 6. നോക്കൂ, 6 എന്ന് പറയുമ്പോൾ ABCDEF വരെ വരുള്ളൂ 6. പക്ഷെ ഇവിടെ G വരെ വന്നു. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതെവിടെ പോയി? എഫ് ഉണ്ടായിരുന്നു, എഫ് റദ്ദ് ചെയ്തു. എഫിൽ ഉണ്ടായിരുന്നത് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി മൗലിക സ്വാതന്ത്ര്യമായിട്ട് ഉൾപ്പെടുന്നു. ശ്രദ്ധിക്കണേ, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി മൗലിക സ്വാതന്ത്ര്യമായി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് 1978 44ാമത്തെ ഭേദഗതി വന്നില്ലേ? ആ ഭേദഗതി വന്നപ്പോൾ ഈ സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യപ്പെട്ടു. സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പോൾ എഫ് റദ്ദ് ചെയ്തു. അടുത്തത് G ആയിരുന്നു. അപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 ഉണ്ടായിരുന്നു. മൗലിക അവകാശം 7 പോലെ തന്നെ സ്വാതന്ത്ര്യം 7 ഉണ്ടായിരുന്നു. മൗലിക അവകാശത്തിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തില്ലേ? അതുപോലെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം നീക്കം ചെയ്തു. ഇപ്പൊ എത്ര എണ്ണേ ഉള്ളൂ? 6. ആദ്യം 7 ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, മൊത്തം 6 എണ്ണമാണ്. ABCDEG. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അഭിപ്രായം പറയുവാനും പ്രസംഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷനും യൂണിയനും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ. മോഹൻലാൽ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, മോഹൻലാൽ എന്ന നടനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അതാണ് A 19(1)A. അപ്പോൾ മോഹൻലാലിന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ അതുപോലെ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് സമാധാനപരമായി സംഘടിക്കും. അതാണ് രണ്ടാമത്തെ സ്വാതന്ത്ര്യം, സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് അവര് മോഹൻലാലിനോടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു അസോസിയേഷനോ യൂണിയനോ ഉണ്ടാക്കും, ഫാൻസ് അസോസിയേഷൻ. 3. അപ്പൊ നോക്കൂ, അപ്പൊ ആദ്യത്തെ 3 മോഹൻലാലിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള എല്ലാവരും കൂടി സമാധാനപരമായി സംഘടിച്ചത് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, മോഹൻലാലിന്റെ ആരാധകരുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയത് അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ നോക്കൂ, ABC എങ്ങനെ പഠിക്കും? 19(1)A അഭിപ്രായ പ്രകടനത്തിനും പ്രസംഗത്തിനുള്ള സ്വാതന്ത്ര്യം. 19(1)B സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1)C അസോസിയേഷനുകളും യൂണിയനുകളും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. അത് കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി അടുത്തത് DEG. ഡി ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാം. സഞ്ചരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരിടത്ത് പോയി താമസിക്കും. അപ്പോൾ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. വെറുതെ താമസിക്കാൻ പറ്റുമോ? ജോലിക്ക് വല്ലതും പോണ്ടേ? അപ്പോൾ മാന്യമായ തൊഴിൽ, വ്യാപാരം, ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് 19 എന്ന വകുപ്പിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ ആർട്ടിക്കിൾ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, പ്രസംഗത്തിനുള്ള സ്വാതന്ത്ര്യം 19(1)A. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം 19(1)B. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് അസോസിയേഷൻ, യൂണിയനൊക്കെ 19(1)C. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞേ. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം 19(1)D. ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം 19(1)E. എഫ് റദ്ദ് ചെയ്തേ. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം 19(1)G. ഉറപ്പായിട്ട് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. പഠിച്ചിട്ട് പോകും. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഏതാണ്? ആർട്ടിക്കിൾ
19 മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പഠിക്കാം. ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 കുറ്റവിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സംരക്ഷണം. അതായത് ഒരു കുറ്റം ഒരു നിയമത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ആ നിയമം വരുന്നതിന് മുമ്പ് ആ കുറ്റം ചെയ്താൽ അയാളെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇതിനെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, അതായത് ഒരു നിയമം വരുന്നതിന് മുമ്പ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഈ നിയമത്തിന്റെ ലംഘനമായി കാണാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല തുടങ്ങിയ സംരക്ഷണങ്ങൾ ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 20. കുറ്റവിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംരക്ഷണം ഉറപ്പാണ്. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നോക്കൂ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും നിരോധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20യും 21. അടിയന്തരാവസ്ഥ സമയത്ത് പോലും നിരോധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20, 21. 20 കുറ്റവിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവകാശം, 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യം. ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ന്യൂ ടെക്സ്റ്റ് ബുക്ക് അല്ല. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതമായി മാത്രമേ, ഒരു നിയമത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടുള്ളൂ. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്ത് നിഷേധിക്കാൻ പാടില്ല. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. ഏത്? ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21A എന്താണ്? 21A പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടിക്ക്, ആ ഏജ് ഗ്രൂപ്പ് ശ്രദ്ധിക്ക്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടിക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇത് മൗലിക അവകാശം അല്ലായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നിട്ട് റദ്ദ് ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം. എന്നാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമല്ലായിരുന്നതും എന്നാൽ പിന്നീട് മൗലിക അവകാശമായതുമായിട്ടുള്ള അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്വത്തവകാശം 1978 44ാമത്തെ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയെങ്കിൽ 2002 86ാം ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റി. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭേദഗതി 86ാം ഭേദഗതി, വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭേദഗതി 86ാം ഭേദഗതി, വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭേദഗതി 86ാം ഭേദഗതി 2002. ഇപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള ഇന്ത്യയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവുമാണ് നിർബന്ധിതവുമാണ്. ഇതിനെ തുടർന്ന് 2009 പാസ്സാക്കിയ ആക്ടാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഈ ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആക്ട് നിലവിൽ വന്ന ഏപ്രിൽ 1, പാസ്സായത് 2009. ഓക്കെ, അപ്പം നോക്കൂ, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉറപ്പായിട്ട് ചോദിക്കേ, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി പ്രഖ്യാപിക്കപ്പെട്ടത്. നോക്കൂ, 2002 86ാം ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2009 2010 ഏപ്രിൽ 1 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് ചോദിക്കേ, 2010 ഏപ്രിൽ 1 ഉറപ്പിച്ചോ 2010 ഏപ്രിൽ 1 ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ: വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇപ്പോൾ ഇന്ത്യയുടെ മൗലിക അവകാശമാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത്. ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത്. ഈ ഭേദഗതിക്ക് ശേഷമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. അത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. അത് പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 ഇതിലൂടെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. 21A കഴിഞ്ഞു. 22 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ സംരക്ഷണവും കരുതൽ തടങ്കൽ. അതായത് ഒരാളെ മുൻകൂറായി തടങ്കൽ വയ്ക്കുന്നു. അയാൾ കുറ്റം ചെയ്തിട്ടില്ല, പക്ഷെ അയാൾ കുറ്റം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജ്യസുരക്ഷയെ മുൻനിർത്തി അയാളെ മുൻകൂറായിട്ട് അറസ്റ്റ് ചെയ്യുന്നു, തടങ്കൽ വയ്ക്കുന്നു. അതിനെയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്.
കരുതൽ തടങ്കലിന്റെ പരമാവധി കാലയളവ് 3 മാസമാണ്. 3 മാസം വരെ ഒരാളെ കരുതൽ തടങ്കലിൽ വയ്ക്കാം. അപ്പോൾ കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിച്ചാൽ ആർട്ടിക്കിൾ 22. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ സംരക്ഷണവും കരുതൽ തടങ്കലുമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മൗലിക അവകാശം കംപ്ലീറ്റ് ചെയ്തു. ഏത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 തൊട്ട് 22 വരെ. 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 20 കുറ്റവിചാരണ ചെയ്യുമ്പോൾ ലഭിക്കേണ്ട അവകാശങ്ങൾ, 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 22 അറസ്റ്റും തടങ്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ. അടുത്ത അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഉറപ്പായിട്ട് ചോദിക്കും. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം 23, 24 2 ആർട്ടിക്കിളേ ഉള്ളൂ. 23 ഇന്ത്യയിൽ നിർബന്ധിത തൊഴിൽ നിരോധിക്കുന്നു. നിർബന്ധിത തൊഴിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, അടിമത്തം നിരോധിക്കുന്നു, നിർബന്ധിത തൊഴിൽ നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 23 പ്രകാരം. 24 പ്രകാരം ബാലവേല നിരോധനം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 24. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 24. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് അപകടം നിറഞ്ഞ ജോലികൾ ചെയ്യിപ്പിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 24. എന്നാൽ നിർബന്ധിത തൊഴിലും അടിമത്തവും നിരോധിക്കുന്ന ആർട്ടിക്കിൾ 23. ഇതാണ് ചൂഷണത്തിനെതിരെ ഉള്ളത്. നോക്കൂ, 23 ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആർട്ടിക്കിളാണ് 23. ഉറപ്പായിട്ട് ചോദിക്കും. വരാൻ പോകുന്ന പരീക്ഷകളിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും 23. എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെ നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ അവകാശം എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23ഉം 24. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെ. 25 മുതൽ 28 വരെ. 25 വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഓർത്താൽ മതി. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. അതാണല്ലോ മതസ്വാതന്ത്ര്യം നമുക്ക് ആദ്യം വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ മതസ്വാതന്ത്ര്യം തരയാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യം എന്തായിരിക്കും? കോമൺ സെൻസ് വെച്ച് ആലോചിക്ക്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് 25. ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മതപരമായിട്ട് നിങ്ങൾ സ്ഥാപനങ്ങൾ ആരംഭിക്കും. അത് മതസ്ഥാപനമാവാം, ജീവകാരുണ്യ സ്ഥാപനങ്ങളോ ആവാം. ആ മതപരമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്ന ആർട്ടിക്കിളാണ് 26. എന്നാൽ 27 എന്താണ്? 27 ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഇപ്പൊ ഹിന്ദു മതമാവാം, മുസ്ലിം മതമാവാം, ക്രിസ്ത്യൻ മതമാവാം, ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പൗരന്മാരിൽ നിന്നും നികുതി പിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പൗരന്മാരിൽ നിന്ന് നികുതി ചുമത്താൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27. ഇമ്പോർട്ടൻ്റ്. ഓക്കെ. 28 ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലോ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനമോ മതപരിപാടികളോ പാടില്ല, നടപ്പിലാക്കാൻ പാടില്ല, നടത്താൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 28. എന്നാൽ മതത്തിന്റെ ഫണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ മതപഠനം നടത്താം, പക്ഷേ കുട്ടികളെ നിർബന്ധിച്ച് അതിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 28. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, സിമ്പിളായിട്ട് പഠിക്കണേ. 25 ഇഷ്ടമതം, ക്ലിയർ ആണേ. 26 മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ. 27 ഏതെങ്കിലും മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നികുതി പിരിക്കാൻ പാടില്ല. 28 ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ മതപഠനം പാടില്ല, എന്നാൽ മതത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നവിടെ ചെയ്യാം, പക്ഷെ നിർബന്ധമായിട്ട് കുട്ടികളെ പങ്കെടുപ്പിക്കരുത്. ഒന്നുകൂടി പറയാം. 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. 26 മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ. 27 നികുതി ചുമത്താൻ പാടില്ല ഏതെങ്കിലും മതത്തിന്റെ പ്രോത്സാഹനത്തിന്. 28 ഗവൺമെന്റ് സ്കൂളുകളിൽ മതപഠനം പാടില്ല, എന്നാൽ മതത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നവിടെ ചെയ്യാവുന്നതാണ്, പക്ഷേ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ പാടില്ല. ശരി. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു അഭിപ്രായമുണ്ട്, അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കാവുന്നതുമാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരുപാട് മതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ.
സോ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യം മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന രാജ്യമായിരിക്കും എന്ന് പറഞ്ഞത് പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഇനി നോക്കൂ, നമ്മൾ പഠിച്ചത് 25 സ്വതന്ത്രമായി ഏതു മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. ഓക്കെ. 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. 27 ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. 28 ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റ് സഹായം സ്വീകരിക്കുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടുള്ളതല്ല. പക്ഷേ മതസംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ മതപഠനങ്ങൾ ഉണ്ടാകാം, എന്നാൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കരുത്. അതാണ് 25 തൊട്ട് 28 വരെ. ഓക്കെ. അപ്പൊ നമുക്ക് 5ാമത്തെ മൗലികാവസ്ഥയിലേക്ക് പോകാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29, 30 രണ്ട് ആർട്ടിക്കിളേ ഉള്ളൂ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഇവിടെ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്? നോക്കൂ, ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം. പൂർണ്ണമായി ശ്രദ്ധിക്കൂ. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം. ന്യൂനപക്ഷങ്ങൾ, മൈനോറിറ്റി. അപ്പൊ ഉറപ്പായിട്ട് ചോദിക്കും, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന മൗലികാവകാശം ഏത്? ശ്രദ്ധിക്കുക, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന മൗലികാവകാശം ഏത്? അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 29, 30. ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയുന്നത്? ടെക്സ്റ്റ് ബുക്ക് അതേപോലെ നമുക്ക് പഠിക്കാം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിന്റെ സവിശേഷതയാണ്. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെയോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. ഒന്നുകൂടി പറയാം. രാജ്യത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തോ ഒരു പ്രത്യേക ഏരിയയിലോ അല്ലെങ്കിൽ രാജ്യമൊട്ടാകെയോ നോക്കുമ്പോൾ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവും, എന്നാൽ അവർക്കൊരു പൊതുഭാഷ അതുപോലെ പൊതുമതം അല്ലെങ്കിൽ സംസ്കാരം പിന്തുടരും, അവരെയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ സിഖുകാർ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. സിഖ് വിഭാഗക്കാർ ഇന്ത്യ രാജ്യത്തൊട്ടാകെ നോക്കുമ്പോൾ അതൊരു ന്യൂനപക്ഷമാണ്. പക്ഷെ അവർക്കൊരു പൊതുമതമുണ്ട്, സംസ്കാരമുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഏതിനകത്ത് വന്നിട്ടുള്ളത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. ഞാനിവിടെ റെഡ് ഇങ്ക് ഇട്ട് മാർക്ക് ചെയ്യുന്നു. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വരും, കാരണം ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്നതാണ്. ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നു. നോക്കൂ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏത് അവകാശത്തിൽ വരുന്നു? ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏത് അവകാശത്തിൽ വരുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇത് പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും അവകാശമുണ്ട്. അവരുടെ ലിപിയും ഭാഷയും പ്രോത്സാഹിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട്. അതിലൂടെ അവർക്ക് സംസ്കാരത്തെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കുവാനും പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 ആർട്ടിക്കിൾ 29 പറയുന്നു, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ന്യൂനപക്ഷങ്ങളെ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് ന്യൂനപക്ഷം എന്ന പേരിൽ അവരോട് വിവേചനം കാണിക്കരുതെന്നും 29 പറയുന്നു. ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കരുത്, അവരുടെ ഭാഷയും ലിപിയും സംസ്കാരവും നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്നതാണ് 29. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശം പരിശോധിക്കുമ്പോഴോ രാജ്യം മൊത്തം പരിശോധിക്കുമ്പോഴോ മറ്റു ജനവിഭാഗത്തേക്കാൾ എണ്ണത്തിൽ കുറവും, എന്നാൽ അവർക്ക് കോമൺ ആയിട്ടൊരു മതമോ കൾച്ചറോ ഭാഷയോ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭാഷ ന്യൂനപക്ഷം എന്ന് പറയുന്നത്, മത ന്യൂനപക്ഷം എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 29. 30 മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം, മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ കൾച്ചറും അവരുടെ ഭാഷയും അവരുടെ ലിപിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. അപ്പൊ ആർട്ടിക്കിൾ 29, 30 സംരക്ഷിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണ്, പക്ഷെ അറിയപ്പെടുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്നാണ്. ഓക്കെ. അവസാനത്തെ അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. അതായത് മുകളിൽ നമ്മൾ പഠിച്ച 5 മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും മൗലികാവകാശം നമുക്ക് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സമുന്നതമായ കോടതികളിൽ നേരിട്ട് പോയി നമ്മുടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഒരു പൗരന് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളെയാണ് 6ാമത്തെ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയാൻ പറ്റുന്നതാണ്
ആറാമത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയാം, നേരത്തെ നമ്മൾ പഠിച്ച മൗലികാവകാശങ്ങളില്ലേ, ആ മൗലിക അവകാശങ്ങൾ നമുക്ക് ലഭിക്കാതെ ആയാൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പൗരന് കോടതിയെ സമീപിച്ച് ആ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാം എന്ന് പറയുന്ന അവകാശമാണ് ആറാമത്തെ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും ഒരു ഇന്ത്യൻ പൗരന് സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേര് റിട്ടുകൾ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കാൻ കോടതികൾ പ്രഖ്യാപിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേര് റിട്ടുകൾ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി. അപ്പൊ റിട്ടുകളുടെ ഉദ്ദേശം എന്താണ്? മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുക. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചു. അപ്പോൾ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, അപ്പോൾ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ അംബേദ്കറിന്റെ അഭിപ്രായം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം, അതായത് അംബേദ്കറിന്റെ ഉത്തരം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. അതായത് ആർട്ടിക്കിൾ 32. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് 32-നെയാണ്. ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇനി റിട്ടുകൾ. ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ റിട്ടുകളെ കുറിച്ച് പറയുന്നു. റിട്ടുകൾ എന്താണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കുവാൻ കഴിയും. ആ സമയത്ത് ഇതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളുമാണ് റിട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും അധികാരമുണ്ട്, സുപ്രീം കോടതിക്കും അധികാരമുണ്ട്. 5 റിട്ടുകളാണുള്ളത്. റിട്ടുകളുടെ എണ്ണം എത്ര? 5. റിട്ടുകളുടെ എണ്ണം എത്ര? 5. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോററെ, പ്രൊഹിബിഷൻ. ഒന്നുകൂടി ശ്രദ്ധിച്ചോ: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോററെ, പ്രൊഹിബിഷൻ. അങ്ങനെ 5 റിട്ടുകളാണ്. അങ്ങനെ 5 റിട്ടുകളാണുള്ളത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ 5 റിട്ടുകളും കൃത്യമായൊരു ബോക്സിനകത്ത് കൊടുത്തു. അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദ്യം വരും ഈ റിട്ടുകളിൽ നിന്ന്. നമുക്ക് കൃത്യമായി ഇതൊന്ന് പഠിച്ചെടുക്കാം. ഒന്നാമത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടാണ്. ഹേബിയസ് കോർപ്പസ് അന്യായമായി തടങ്കൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് കോടതി പുറപ്പെടുവിക്കുന്നത് അന്യായമായി തടങ്കൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതി മുമ്പാകെ ഹാജരാക്കാനാണ്. ഈ വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചിരിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഹൈക്കോടതിയെ നേരിട്ട് സമീപിച്ച് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച് കോടതിയുടെ മുമ്പാകെ ആ വ്യക്തിയെ ഹാജരാക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അതാണ് ഹേബിയസ് കോർപ്പസ്, അന്യായമായ തടങ്കൽ വയ്ക്കുന്നതിന് എതിരെ. വാക്കിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക. മാൻഡമസ്, മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അയാളുടെ കർത്തവ്യം നിറവേറ്റുന്നില്ല. ഇത് കാരണം ഒരു പൗരന്റെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസ്. ഉദാഹരണത്തിന്, നമ്മുടെ ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ നമ്മുടെ ജനങ്ങൾക്ക്, പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് അടിസ്ഥാനപരമായിട്ട് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കാരണം ഈ പെൻഷൻ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അയാളുടെ അവകാശം അവിടെ ലംഘിക്കപ്പെടുകയാണ്. എങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോടതിയെ സമീപിച്ചിട്ട് ഈ കർത്തവ്യം ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ
കോടതി ഇടപെടണം എന്ന് ഹർജി സമർപ്പിക്കാം. ഇതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതായത് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നാം കൽപ്പിക്കുന്നു, വി കമാൻഡ്. അത് കോടതി കൽപ്പിക്കുകയാണ്, നീ ഇപ്പൊ എന്ത് ജോലിയാണോ ചെയ്യാതിരിക്കുന്നത് ആ ജോലി ചെയ്യണം. ആ ജോലി ചെയ്യുന്നതിലൂടെ പൗരന്റെ മൗലികാവകാശം ഉറപ്പാക്കണം. അപ്പോൾ അതാണ് മാൻഡമസ്. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം, അതാണ് ഇമ്പോർട്ടന്റ്. ഒരു ജോലി ചെയ്തില്ലെങ്കിൽ കോടതി ഇടപെട്ട് പറയും ഈ ജോലി ചെയ്യണം. അതാണ് മാൻഡമസ്. അടുത്ത പ്രൊഹിബിഷൻ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ. അതായത് ഓരോ കോടതിക്കും ഒരു അധികാര പരിധിയുണ്ട്. ആ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് കോടതി കേസുകൾ പരിഗണിക്കുന്നു എങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതി പറയും, നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കേസല്ല ഇത്, നിങ്ങളിത് പരിഗണിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്, സോ അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കീഴ്ക്കോടതികളെ അറിയിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നോക്കൂ, തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ്, പോയിന്റ് ശ്രദ്ധിക്ക്, തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്ന വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ. അപ്പൊ നമ്മൾ ഒരാളെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മൾ ഒരാളെ തടയുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആലോചിക്കൂ, അത് ഒരു അതിർത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ അതിർത്തി ലംഘിക്കുമ്പോഴാണ് നമ്മൾ ഒരാളെ തടയുന്നത്. അപ്പോൾ കീഴ്ക്കോടതി തന്റെ അധികാര പരിധി ലംഘിക്കുമ്പോൾ മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്ത കോ വാറന്റോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. അതായത് ഒരു സർക്കാർ പദവിയിൽ ഒരാൾ ഇരിക്കുന്നു, പക്ഷെ അയാൾ ആ പദവിക്ക് യോഗ്യനല്ല. ഞാൻ പറയുന്നത് കേൾക്ക്, സർക്കാരിന്റെ ഒരു പദവിയിൽ, സർക്കാർ പദവി ആയിരിക്കണം, സർക്കാരിന്റെ ഒരു പദവിയിൽ ഒരാൾ ഇരിക്കുന്നു, പക്ഷെ അയാൾ ആ സ്ഥാനത്തിന് അർഹനല്ല, അയാൾ അതിന് യോഗ്യനല്ല. അപ്പൊ അയാൾ അവിടെ ഇരിക്കാനാണെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം നിനക്കെന്ത് അധികാരം എന്നാണ്. നിനക്കെന്ത് അധികാരം ആ സ്ഥാനത്ത് കയറിയിരിക്കണം, അതാണ് കോ വാറന്റോ. ലാസ്റ്റ് സെർഷ്യോററൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കീഴ്ക്കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോററൈ എന്ന് പറയുന്നത്. ഒരു കേസ് ഇപ്പോൾ കീഴ്ക്കോടതിയുടെ കൈവശം ഇരിക്കുന്നു, അത് മേൽക്കോടതിയിലെ പരിഗണനയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ്, കീഴ്ക്കോടതിയിൽ നിന്നൊരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഇടുന്ന ഉത്തരവാണ് സെർഷ്യോററൈ. ഏതാണ് സെർഷ്യോററൈ? അപ്പോൾ 5 റിട്ടാണ്. റിട്ടുകളുടെ എണ്ണം 5. അന്യായമായ തടങ്കലിൽ വയ്ക്കുന്ന ഒരാളെ കോടതി മുമ്പിൽ ഹാജരാക്കാൻ ഹേബിയസ് കോർപ്പസ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിറവേറ്റാതിരുന്നാൽ അയാളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കുന്നത് മാൻഡമസ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കൈകാര്യം ചെയ്താൽ അതിനെ വിലക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ. കോ വാറന്റോ അർഹനല്ലാത്ത ഒരു വ്യക്തി, യോഗ്യനല്ലാത്ത ഒരു വ്യക്തി സർക്കാരിന്റെ ഒരു സ്ഥാനം വഹിച്ചാൽ അയാളെ അതിൽ നിന്ന് തടയുന്ന റിട്ട് കോ വാറന്റോ. എന്നാൽ കീഴ്ക്കോടതിയിലെ കൈവശം ഇരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററൈ. അങ്ങനെ എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ SCERTയിലെ 8ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന മേഖലയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ടോപ്പിക്കും ഈ ഒറ്റ സെഷനിൽ പഠിച്ച് അവസാനിപ്പിക്കുന്നു. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഫാക്ട് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PSC പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഈ ക്ലാസ് ഉറപ്പായിട്ട് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ ഒരു സെഷനും കൂടെ വരും, അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. കൃത്യമായി പഠിച്ചിട്ട് പോവുക. എല്ലാവിധ ആശംസകളും. നന്ദി.